ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് ഇന്ന് നമ്മൾ ബ്ലോഗായിട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. ഫസ്റ്റ് നമ്മൾ ചായ ഇടുവാണ്. ചായ വെള്ളം തിളച്ചപ്പോഴേക്കും നമ്മൾ പൊടിയിട്ടു, പാലൊഴിച്ചു, ചായ ഇടുന്നു. പിന്നെ ഒരു സൈഡിൽ കൂടെ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീൻ പീര പറ്റിക്കുകയാണ്. നമ്മുടെ കൊച്ചു മത്തിയില്ലേ, മത്തി നമുക്ക് പീര പറ്റിച്ച് വെക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഞാനിവിടെ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തു. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്ത മിക്സാണ്. നമുക്ക് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് കൊച്ചുമത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ ചോറ് ജസ്റ്റ് ഒന്ന് ഊറ്റി വെച്ചു. നമ്മൾ ഈ തലേ ദിവസമാണ് പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോറ് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് ജസ്റ്റ് രാവിലെ ഒന്ന് തിളപ്പിച്ചൂറ്റി വെക്കും. അല്ലെങ്കിൽ നമുക്ക് രാവിലെ എല്ലാ പണിയും കൂടി സ്പീഡിൽ ഓടിപ്പോകത്തില്ല. നമ്മുടെ മീൻ പൊരിച്ചതും മീൻ കറിയും ചോറും ഒക്കെ ഓരോ സൈഡ് റെഡിയാവുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ച് കറിക്ക് വേണ്ടിയിട്ട് രസവും കൂടി പ്രിപ്പയർ ചെയ്യാം. വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്തു. രാവിലെ ഒരു ഓട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം ജസ്റ്റ് റെസിപ്പീസ് ഒന്നും ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ലേ. തക്കാളിയൊക്കെ അരിഞ്ഞിട്ടു, അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി ഇട്ടു, ഈ ലേശം വെള്ളം ഒഴിച്ചു. ഇതിന് ശേഷം ഇനി പുളിവെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുരുമുളക് രസം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. പിന്നെ എൻ്റെ കൂട്ട് തട്ടിക്കൂട്ടാവുന്നവർക്കൊക്കെ തട്ടിക്കൂട്ടാം കേട്ടോ. രാവിലെ സമയമില്ലാത്തവർക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തട്ടിക്കൂട്ടി. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് ജസ്റ്റ് ചോറ് പൊതിയാൻ പോവുകയാണേ. ഇലയൊക്കെ വാട്ടിയെടുത്തു. ഇല നന്നായിട്ട് വാട്ടിയില്ലെങ്കിൽ നമ്മൾ ചോറ് പൊതിയുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇലയൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വാട്ടിയെടുക്കുക. അതിനുശേഷം ചൂട് ചോറ് അതിലേക്ക് തട്ടി. ഞാൻ കറി ചോറിൻ്റെ പുറത്ത് വെക്കത്തില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും ജസ്റ്റ് എല്ലാം കൂടി അങ്ങ് മിക്സായി പോകും. ഇതാകുമ്പോൾ മിക്സാകത്തില്ല, നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റും. കറി ആവശ്യത്തിന് എടുത്താൽ പോരെ. മീൻ പൊരിച്ചത് വെച്ചു. മീൻ തോരനും മീൻ പൊരിച്ചതും അച്ചാറും രസവും മാത്രമേ ഉള്ളൂ. ഒരുപാട് കറികളൊന്നുമില്ല. ഇനി നമ്മൾ ആ പൊതി ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. എനിക്ക് ഈ പൊതിയുമ്പം പേടിയാണ് കേട്ടോ. ഇല പെട്ടെന്ന് പൊട്ടിപ്പോകുമോ എന്നൊരു ഡൗട്ടാണ്. അതുകൊണ്ട് പതുക്കെ പൊതിയത്തുള്ളൂ. രസം നമ്മൾ വേറൊരു ബോട്ടിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ നെയ്യൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിൻ്റെ ഒരു ബോട്ടിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറികളൊക്കെ കൊണ്ടുപോകാൻ നല്ല അടപ്പിന് നല്ല ടൈറ്റുണ്ട്. അതിൻ്റെ കൂടെ വെള്ളമില്ലാതെ ലാസ്റ്റ് ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. ഇനി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്.